ഇന്ന് ജനുവരി 13 6 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ആഷിക് കപൂർ സിനിമയാണല്ലോ റൈഫിൾ ക്ലബ്ബ്. ഇപ്പോഴത്തെ സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം ഇന്ന് നെറ്റ്ഫ്ലിക്സിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി കൃത്യം ഒരു മാസത്തിനുള്ളിൽ OTT റിലീസ് ചെയ്യുകയാണ്. ഈ ആഴ്ച ജനുവരി 16 വ്യാഴാഴ്ച ദിവസം സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസാകുന്നതാണ്. രണ്ടാമത്തേത് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരവുമായി ബന്ധപ്പെട്ട ഒരു നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ഫെബ്രുവരി 7 ഈ സീരീസ് ലഭ്യമാകുന്നതാണ്. 2 തമിഴ് സിനിമകളുടെ OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. അതിലൊരു സിനിമ നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ സൂത് കവും 2 എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം 15 തെൻകോട്ടയിലൂടെ OTT റിലീസ് ആകുന്നതാണ്. ഫാമിലി പടം എന്നൊരു മറ്റൊരു തമിഴ് സിനിമ കൂടി OTT റിലീസിനൊരുങ്ങുന്നു. തമിഴ് OTT പ്ലാറ്റ്ഫോമിലൂടെ ജനുവരി 15 സിനിമ ലഭ്യമാകുന്നതാണ്. റൈഫിൾ ക്ലബിന് പുറമെ 2 മലയാളം സിനിമകൾ കൂടി ഈ ആഴ്ച OTT റിലീസ് ചെയ്യുകയാണ്. അതിലൊന്ന് നേരത്തെ നവംബർ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സൈബർ ക്രൈം ത്രില്ലർ സിനിമ അയാം കാതലൻ അപ്ഡേറ്റ് ആണ്. ചിത്രം ഈ ആഴ്ച വെള്ളിയാഴ്ച ജനുവരി 17 മനോരമ മാക്സ് OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുന്നതാണ്. വീഡിയോയിലെ അവസാന അപ്ഡേറ്റ് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ജോജുവിന്റെ പണി അപ്ഡേറ്റ് ആണ്. ചിത്രം ഈ ആഴ്ച ജനുവരി 16 സോണി ലെവലിലൂടെ OTT റിലീസ് ചെയ്യുകയാണ്. മലയാളത്തിന് പുറമെ പാനിന്ത്യൻ ഭാഷകളിൽ കൂടി കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി വിജയിച്ച പണി OTT റിലീസ് ആകുന്നതാണ്. കാത്തിരിക്കൂ കൂടുതൽ OTT അപ്ഡേറ്റുകൾക്ക്.